നേരത്തെ സൂചിപ്പിച്ച ആദ്യമായി ജുമാ നിസ്കരിച്ച അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിന്റെ കീഴിലുള്ള 2 യതീം മക്കളുടെ സ്ഥലമായിരുന്നു അത്. ആ ഒട്ടകം മുട്ടുകുത്തുന്ന സ്ഥലം അസ്അദ് ബിൻ സുറാറയുടെ കീഴിലുള്ള 2 യതീം മക്കളുടെ സ്ഥലമായിരുന്നു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുകയാണ്? അവരുടെ കയ്യിൽ നിന്നും ആ സ്ഥലം വില കൊടുത്ത് വാങ്ങുകയും പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൻ നബവി പണിയുകയും ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് പണിയെടുത്തിട്ടുണ്ട് എന്ന് മഹാനായ സഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. എത്ര ദിവസം കൊണ്ടാണ് മസ്ജിദുൻ നബവിയുടെ പണി തീർന്നത്? ഏകദേശം 12 ദിവസം കൊണ്ടാണ് പള്ളി പണിഞ്ഞ് തീർന്നത്. സൂചിപ്പിച്ചതുപോലെ നമ്മൾ മുൻകഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചിരുന്നു, ഈ കാണുന്ന രൂപത്തിലായിരുന്നോ? ഒരിക്കലുമല്ല, ചെറിയ രൂപത്തിലായിരുന്നു. അതും ഈന്തപ്പന, അതിന്റെ ഇലകൾ, ഓലകൾ കൊണ്ട് മേൽക്കൂരയും, അതുപോലെ ചെറിയ രൂപത്തിലുള്ള പള്ളിയായിരുന്നു. നമ്മൾ മുൻപ് സൂചിപ്പിച്ചിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് അത് ഹക്കാണ് എന്ന് മനസ്സിലാകാൻ മസീഹുദ് ദജ്ജാൽ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. ആരുടേതാണ്? ഈ വെള്ള കൊട്ടാരം എന്ന് പറയുന്ന ഹദീസ്. നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർക്ക് ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ 12 ദിവസം കൊണ്ടെടുത്ത പള്ളിയിൽ നിന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുന്നത്. അപ്പോൾ മസീഹുദ് ദജ്ജാൽ ആ സമയത്ത് പറയുന്ന വാക്കെന്താണ്? ആരുടേതാണ്? ഈ വെള്ളക്കൊട്ടാരം എന്നുള്ളതാണ്. ഇപ്പോൾ മസ്ജിദ് നബവി ഏത് രൂപത്തിലാണുള്ളത്? വെള്ള നിറത്തിലാണ്. മാത്രമല്ല അത് എത്ര വലുതാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഖിദ്മത്ത് ചെയ്യുന്ന മഹാനായ രാജാവ് മലിക് സൽമാൻ ഹഫിളഹുല്ലാ, അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. കാരണം നമുക്ക് അവിടെയുള്ള ഭരണാധികാരികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 2 ഹറമുകൾ നോക്കിയാൽ മതി. അവർക്ക് വേണ്ടി നമ്മളോട് അറിയാതെ ദുആ ചെയ്തു പോകും. ഇതൊന്നും ആരും കാണിക്കില്ല, മീഡിയാസ് ഇതൊന്നും കാണിക്കില്ല. അതുപോലെ ഫലസ്തീന് ചെയ്യുന്ന സഹായം, ഇതൊന്നും ആര് കാണിക്കുകയില്ല? ഒരിക്കലും മീഡിയാസ് കാണിക്കുകയില്ല. അവർക്ക് വേണ്ടത് എന്താണ്? സൗദിയെ കുറ്റം പറയണം. സുബ്ഹാനല്ലാഹ്, പല ഉലമാക്കളും പറഞ്ഞതായി കാണാം, സൗദിയിൽ തിന്മകളില്ല എന്നൊന്നും ആർക്കും വാദമില്ല. പക്ഷേ നമുക്ക് തിന്മകളില്ലേ? നമുക്ക് തിന്മകളുണ്ട്. അതുപോലെ തന്നെയാണ്. പക്ഷേ അവർ ചെയ്യുന്ന ഖിദ്മത്തുകൾ സുബ്ഹാനല്ലാഹ് മറ്റൊരു രാജ്യവും ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഫലസ്തീൻ പോലുള്ള രാജ്യങ്ങൾക്ക് അത്രയും അവർ ചിലവഴിക്കുന്നുണ്ട്. അതുപോലുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും സൗദി അറേബ്യ മുൻപന്തിയിൽ തന്നെയാണ്. സൂചിപ്പിച്ചതുപോലെ ഈ ഹർമകളും ഇപ്പോഴും നോക്കൂ, ഈ കഴിഞ്ഞ ഹജ്ജിലും അൽഹംദുലില്ലാഹ് ലക്ഷക്കണക്കിന് ആളുകൾ വന്നപ്പോഴും അവിടെ ഏറ്റവും നല്ല രൂപത്തിലാണ് ഹജ്ജ് കർമ്മങ്ങൾ അവർ എല്ലാ ഹാജിമാർക്കും ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ള മീഡിയാസും അതുപോലുള്ള ആളുകളും പറയുമ്പോൾ നമ്മൾ അതിനെ തടുത്തുകൊണ്ട് സൗദി അറേബ്യ പോലുള്ള തൗഹീദിന്റെ രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണം. അതിനെപ്പറ്റി നമ്മൾ അറിയണം. നോക്കൂ സഹോദരങ്ങളെ, മസ്ജിദുൻ നബവിയിൽ പഠിപ്പിക്കുന്ന എത്രയോ മജ്ലിസുകളുണ്ട്. അതിലൊരു മജ്ലിസുകളിൽ പോലും ഒരു ബിദ്ഈ കക്ഷിന്റെ കിതാബ് പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അവിടെ പഠിപ്പിക്കുന്നത് കിതാബു തൗഹീദാണ്, ഉസൂലു സലാസയാണ്. അതുപോലെ തന്നെ സലഫി ഉലമാക്കളുടെ ഗ്രന്ഥങ്ങൾ നമുക്ക് എത്രയും മനോഹരമായി അവിടെ മശായിഖമാർ ദർസെടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മറ്റ് പല രാജ്യങ്ങളിലും ഇതുപോലെ സാധിക്കുകയില്ല. അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഏതെങ്കിലും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുകയാണ്? അവിടെ നിന്ന് തൗഹീദ് പറഞ്ഞു കൊടുക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇതുപോലൊരു നാട്ടിൽ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു നിഅമത്താണ്. അഥവാ സൗദി പോലുള്ള രാജ്യങ്ങളിൽ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ നിഅമത്താണ്. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 12 ദിവസം കൊണ്ട് മസ്ജിദുൻ നബവി പണിയുകയുണ്ടായി. ഇത്രയുമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞതിൽ വല്ല നന്മയും ഉണ്ട് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമുള്ളതാണ്. പറഞ്ഞതിൽ വല്ല തെറ്റും സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. വഹാദാ വല്ലാഹു തആല അഅല വഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഇൻഷാ അല്ലാഹ് ഹദീസിന്റെ ദർസ്